മാധവി മുത്തശ്ശി റൂമിലിരുന്ന് പുസ്തകം വായിക്കുമ്പോഴാണ് ആദി അവിടേക്ക് കടന്നു വരുന്നത്. അവളെ കണ്ടതും വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അവിടെ വെച്ചിട്ട് അവളുടെ നേരെ തിരിഞ്ഞു. അല്ല മുത്തശ്ശി, നിങ്ങൾക്ക് കഴിക്കുകയൊന്നും വേണ്ടേ? ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. വേണം മോളെ, നീ ഫ്രീ ആയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. എനിക്കല്ലെങ്കിൽ തന്നെ സംസാരിച്ച് പാചകം ചെയ്യുന്നതൊക്കെ വലിയ ഇഷ്ടാ. എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയമ്മയും വാ, നമുക്കെന്തേലും ചൂടോടെ കഴിക്കാം. ആതിര വളരെ സ്നേഹത്തോടെ അവരെ കഴിക്കാനായി ക്ഷണിച്ചു. അത് കേട്ടതും മാധവിയമ്മയും മുത്തശ്ശനും വളരെ സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് നടന്നു. അവർ ഇരുവരും മുത്തശ്ശനെയും കാർത്തികേയനും കൂട്ടി ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ മാധവി മുത്തശ്ശിയുടെ സ്വരമുയർന്നു. ദേ ആദിമോളെ. എന്താ മുത്തശ്ശി? അത് പിന്നെ മോളെ, മനക്കൽ കുടുംബത്തിലെ എല്ലാ ആളുകളും രാവിലെ തന്നെ ഡൈനിങ് ഹാളിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടെങ്ങനെ പെരുമാറുന്നോ അതുപോലെ മതി അങ്ങോട്ടും. ആർക്കും കൂടുതലും വേണ്ട, കുറവും വേണ്ട. മാധവി നടന്ന വഴിക്ക് അവളെ കുറെ ഉപദേശിച്ചു. എന്നാൽ ഇതേ സമയം മനക്കിലുള്ളവർ ആദ്യം എങ്ങനെ അവിടെ നിന്ന് ഓടിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. അതിനോടൊപ്പം ഫുഡടിയും. ഇതൊക്കെ കണ്ട് അവർക്ക് വിറഞ്ഞു കയറിയെങ്കിലും ഭക്ഷണത്തിന് മുന്നിലിരിക്കുന്നവരെ അപമാനിക്കരുതെന്നൊറ്റ വാക്കുകൊണ്ട് മാത്രം അവർ പലതും കണ്ടില്ലെന്ന് നടിച്ചു. ദേ ആദിമോളെ, പ്രഭാത ഭക്ഷണമെല്ലാം വളരെ നന്നായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ രുചിയും മണവുമൊക്കെ അതുപോലെയുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും തൃപ്തിയോടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത്. മാധവി ആദിയെ അനുകൂലിച്ച് പറഞ്ഞതും അതിനെ ശരിവെച്ചുകൊണ്ട് മുത്തശ്ശനും രംഗത്തെത്തി. അതേ ആദിമോളെ, ഭക്ഷണമൊക്കെ വളരെ നന്നായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഒരുപാട് നന്ദിയുണ്ട് മുത്തശ്ശ. ഇതുവരെ ഈ ജീവിതത്തിൽ എന്നോടാരും എൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ഇതുപോലെ പുകഴ്ത്തി പറഞ്ഞിട്ടില്ല. ഇത് ജീവിതത്തിൽ ആദ്യമായാണ്. അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. എൻ്റെ ചേച്ചി പെണ്ണെ, മുത്തശ്ശിയും മുത്തശ്ശനും പറഞ്ഞത് വളരെ ശരിയാണ്. ചേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഭക്ഷണവും ഒന്നിനൊന്ന് കേമമാണ്. സാൻവിയും അവരെ സപ്പോർട്ട് ചെയ്തതും അവൾ നിറഞ്ഞ പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചു. എന്നാൽ ഇതൊക്കെ കേട്ട് മനക്കിലെ മറ്റു കുടുംബങ്ങൾക്കുണ്ടായത് പുച്ഛമായിരുന്നു. അതവരുടെ വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം നല്ലതുപോലെ വ്യക്തമാക്കിയിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ മാധവിയമ്മേ? നിങ്ങൾ പറയുന്ന പോലെ അത്രയ്ക്കൊക്കെ രുചിയൊന്നും ഈ ഭക്ഷണത്തിനില്ല. ഞാനും സത്യേട്ടനും ഒക്കെ ഈ ഭക്ഷണം കഴിച്ചതല്ലേ. എന്നിട്ട് ഈ പറഞ്ഞ മേന്മയൊന്നും ഞങ്ങൾക്കാർക്കും ഇതുവരെ തോന്നിയില്ലല്ലോ. ഇതൊക്കെ കേട്ട് നിന്ന് രാധിക വളരെ പുച്ഛത്തോടെ മാധവിയോട് ചോദിച്ചു. അത് കേട്ടതും മാധവിയമ്മയുടെ ചുണ്ടിൽ വിരിഞ്ഞത് തീർത്തും പരിഹാസം തന്നെയായിരുന്നു. എന്താ മാധവിയമ്മേ ഇങ്ങനെ നോക്കുന്നത്? ഞാനുള്ളത് തന്നെയാ പറഞ്ഞത്. നിങ്ങൾ പറയുന്ന മേന്മയൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. രാധിക വീണ്ടും പറഞ്ഞതും കാർത്തികേയന്റെ സ്വരം അവിടെ ഉയർന്നു. അതിന് നിങ്ങളോടാരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അതുമല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ ആരെങ്കിലും ക്ഷണിച്ചോ? വലിഞ്ഞു കയറി വന്ന് കഴിച്ചവർക്ക് അഭിപ്രായം പറയാൻ ഒരവകാശവും ഇല്ല. കാർത്തിയുടെ എടുത്തടിച്ച പോലുള്ള സംസാരം രാധികയുടെ നാവടപ്പിച്ചു. അതോടെ അവർ ആരെയും നോക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റുപോയി. അവരുടെ പിറകെ സാവിത്രിയും കൂടെ എഴുന്നേറ്റതോടെ സത്യനും പിള്ളേരും കൂടി എഴുന്നേറ്റുകൊണ്ട് കാർത്തികേയന്റെ നേരെ തിരിഞ്ഞു. എടാ ചെറുക്കാ, നീ കൂടുതൽ കളിക്കരുത്. അതിനു മാത്രം നീ വളർന്നിട്ടില്ല. ഈ കാണുന്നതൊക്കെ എൻ്റെ അച്ഛൻ്റെ സമ്പാദ്യമാ. അല്ലാതെ എന്തെങ്കിലും ഒന്ന് നിനക്കെന്ന് പറഞ്ഞെടുക്കാനുണ്ടോ? ഇല്ലെന്നാരെക്കാളും നന്നായി അറിയാം. അത്രയും പറഞ്ഞു പുച്ഛിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് പുറകോട്ട് നടന്നു. അല്ല വല്യച്ഛ, ഈ പറയുന്ന സാധനം നിങ്ങൾക്കുണ്ടോ? നിങ്ങളിപ്പോൾ അടക്കി ഭരിക്കുന്നത് മുത്തശ്ശൻ്റെ സമ്പാദ്യം തന്നെയാണ്. അത് വല്യച്ഛനും ഇടയ്ക്കൊക്കെ ഓർക്കുന്നത് നന്നായിരിക്കും. അവൻ അയാൾ പറഞ്ഞ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു. അതോടെ ഒന്നും പറയാൻ കഴിയാതെ അയാൾ അവിടെ നിന്നും നടന്നു നീങ്ങി. അല്ല, അമ്മാവൻ പോകുന്നില്ലേ? കരുണൻ മടികൂടാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് സാൻവി ചോദിച്ചു. അതിന് എനിക്കാരോടും ദേഷ്യവുമില്ല, വഴക്കുമില്ല. പിന്നെന്തിന് ഞാൻ ഭക്ഷണത്തിനോട് മുഖം തിരിക്കണം? അതും ഇത്രയും നല്ല ഭക്ഷണം കിട്ടിയിട്ട്
വാശി കാണിച്ച നഷ്ടം എനിക്കല്ലേ? അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ആതിരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അല്ലെങ്കിലും എനിക്കറിയാം എൻ്റെ അമ്മാവനെ. സാൻവി അയാളോട് ചേർന്നിരുന്നുകൊണ്ട് ആതിര കൊണ്ടുവന്ന് വെച്ച ഭക്ഷണം പതിയെ കഴിക്കാൻ തുടങ്ങി. അല്ല കരുണ, കല വിളിച്ചിരുന്നോ? ഭക്ഷണം കഴിക്കുന്ന കരുണനെ നോക്കി ദേവചന്ദ്രൻ അവനോട് ചോദിച്ചു. ഓ, വിളിച്ചിരുന്നു ദേവച്ച. കാർത്തിമോന്റെ കെട്ടുകഴിഞ്ഞ കാര്യങ്ങളെല്ലാം സാവിത്രി യഥാസമയം തന്നെ അവളെ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നിട്ടെന്താകാനാ? പതിവ് പോലെ കുറെ ചാടി, അല്ലാതെ എന്തുണ്ടാകാനാ? അത് മാത്രമല്ല, ഇങ്ങനൊരാലോചന കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ കലയോട് പറഞ്ഞിരുന്നു, കാർത്തിമോന്റെ ഇഷ്ടം അതാണ് ഈ കാര്യത്തിൽ വേണ്ടത്, അല്ലാതെ ഒരു കൂട്ട താല്പര്യത്തോടെ മാത്രം നടക്കേണ്ട ഒന്നല്ല വിവാഹം എന്ന് പറയുന്നത്. അത് നിന്റെ ഭാര്യയ്ക്കോ കലയ്ക്കോ രാഘവനോ ഒന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല കരുണ. അത് മാധവിയമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. അവർക്കിപ്പോഴും അവരുടേതായി ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അതൊക്കെയാണ് വലുത്. കല്യാണി മോളെ കാർത്തിമോൻ വിവാഹം കഴിച്ചാൽ അതിലൂടെ അവർക്ക് വന്നു ചേരുന്ന സ്വത്തിനെയാണ് അവർ നോക്കിക്കാണുന്നത്. പക്ഷെ അങ്ങനെ ഒരു വിവാഹം നടന്നാലും ആ സ്വത്തിന്റെ അവകാശി കല്യാണി മാത്രമാണ്. പിന്നെ ഇവറ്റകളൊക്കെ എന്ത് കണ്ടിട്ടാണോ ഇങ്ങനൊക്കെ വാശി പിടിക്കുന്നത്? എൻ്റെ സഹോദരിയുടെ സ്വഭാവത്തിനനുസരിച്ച് അവൾക്കൊരു 10 രൂപ കിട്ടിയ സ്വന്തം തന്താണെങ്കിൽ പോലും അവളതിൽ നിന്നും 10 പൈസ കൊടുക്കില്ല. അയാൾ തുടർന്നു. ഇടയ്ക്കൊരു ചെറിയ ആവശ്യം വന്നു. കാർത്തിമോന്റെ ഫൈനാൻസ് വരെ വരാനുള്ള സാഹചര്യം എനിക്കൊന്നുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഈ കലയോടാണ് 5000 രൂപ കടം വാങ്ങിയത്. എന്നിട്ട് അന്നുണ്ടായത് പറയാതിരിക്കുകയാണ് ഭേദം. അയാൾ പഴയ കാര്യങ്ങളോർത്ത് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് എന്താ അമ്മാവ ഉണ്ടായത്? കലമാമി പണം മുഴുവനും തന്നോ? സാൻവി കഥയുടെ പൂർണ്ണരൂപം അറിയാനായി ഇടയ്ക്ക് കയറി. എൻ്റെ കൊച്ചേ, പണമൊക്കെ തന്നു. ഞാൻ അവളോട് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞതും അവൾ ഓരോ ദിവസവും 100 രൂപ കൂട്ടിക്കൂട്ടി ഒടുവിൽ 10,000 ആക്കി മാറ്റി. ആ മോളാണ് ഇവർക്ക് കാർത്തിമോന്റെയും കല്യാണിയുടെയും വിവാഹശേഷം കിട്ടുന്ന സ്വത്തുക്കളൊക്കെ ഇവളുമാർക്ക് വീതിച്ചു കൊടുക്കാൻ പോകുന്നത്. അയാൾ പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി. ആർത്തി അല്ലാതെന്താ? ഇതിനെയൊക്കെ എന്ത് പറയാനാ കരുണ? അത്രയും പറഞ്ഞുകൊണ്ട് മാധവി അവിടെ നിന്നും എഴുന്നേറ്റു. അവരുടെ പിറകെ ബാക്കിയുള്ളവരും. അങ്ങനെ അധികം താമസിയാതെ തന്നെ കാർത്തിയുടെ വീട്ടിൽ ആദിക്ക് നല്ലൊരു സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞു. രാധികയുടെയും സാവിത്രിയുടെയും വർഷയുടെയും ഒക്കെ തുള്ളലുണ്ടെങ്കിലും അതിൽ നിന്നും ഒക്കെ കാർത്തി അവളെ സ്നേഹത്തോടെ പൊതിഞ്ഞു പിടിച്ചു. കുടുംബമാകുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നും അതിനെ ചങ്കുറപ്പോടെ നേരിടേണ്ടി വരുമെന്നുമൊക്കെയുള്ള ബോധം അവൾക്കുണ്ടായിരുന്നു. എല്ലാറ്റിനും ഉപരി അവളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ലൊരു ഭർത്താവ്, അതായിരുന്നു അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് തന്നെ. അതിൽ അവൾ ഏറെ സന്തോഷവതിയായിരുന്നു. അവൻ്റെ സാന്നിധ്യം അവളുടെ കഴിഞ്ഞ കാലങ്ങളെ മറയ്ക്കാൻ പോലും കഴിയുന്ന വിധത്തിലുള്ളതായിരുന്നു. അങ്ങനെ അവർ വളരെ സ്നേഹത്തോടും പരസ്പര ഐക്യത്തോടും അവർ ഒന്നിച്ച് കഴിയാൻ തുടങ്ങിയിട്ട് ഇന്ന് ഏകദേശം ഒരാഴ്ച പിന്നിട്ടു. ഈ ഒരാഴ്ച കൊണ്ട് അവൾ ഇതുവരെ അനുഭവിക്കാത്ത സ്നേഹവും കരുതലുമൊക്കെ അവൻ അവൾക്ക് വാരിക്കോരി കൊടുത്തിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ മനക്കല സ്ത്രീജനങ്ങൾക്ക് അസൂയം കുശുമ്പൊക്കെ മുളപൊട്ടാൻ തുടങ്ങിയിരുന്നു. എങ്ങനെയെങ്കിലും അവരെ പിരിക്കണമെന്ന ചിന്തയായിരുന്നു അവരുടെ മനസ്സ് നിറയെ. എന്നാൽ ഓരോ ദിനം കഴിയുന്തോറും കാർത്തിയും ആദിയും കൂടുതൽ അടുത്തിരുന്നു. അങ്ങനെ പതിവ് പോലെ കാർത്തി ചിട്ടി ഓഫീസിൽ പോയതും സാവിത്രിയും രാധികയും അവളുടെ പിറകെ കൂടി. കാർത്തിയെയും ആദിയെയും പിരിക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം തന്നെ. എന്നാലും എൻ്റെ ലീലേ, കേട്ടതൊന്നും ഞങ്ങൾക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ ഒരു പെണ്ണിനെ വെച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയുടെ പിന്നാലെ നടക്കുക എന്ന് വെച്ചാൽ അതിൽ പരം നാണക്കേടുണ്ടോ? സാവിത്രി എരിയും പുളിയും ചേർത്ത് ലീലയോട് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ലീലയോട് ഓരോന്നും പറയാനായി തുടങ്ങി. അല്ല ഒച്ചമ്മേ, നിങ്ങളിത് ആരെക്കുറിച്ചാ പറയുന്നേ? ലീല അവർ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ അവരോട് ചോദിച്ചു. അപ്പം നീയൊന്നും അറിഞ്ഞില്ലേ ലീലേ? നിന്റെ ഭർത്താവും ഇവന്റെ ചിട്ടിക്കമ്പനിയിൽ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്? സാവിത്രി ആദ്യം ഏറുകണ്ണിട്ടുകൊണ്ട് ചോദിച്ചു. കൊച്ചമ്മ എന്തൊക്കെയാ പറയുന്നേ? ലീല അവരോട് തിരിച്ചു ചോദിച്ചു. ഡി, നിനക്ക് ആ ജാൻസി അറിയത്തില്ലേ? ഏത്? ആ ലോറിക്കാരൻ ആൻ്റപ്പൻ്റെ ഭാര്യയെയോ? ലീല അവരോട് ചോദിച്ചു. അതെ,
ചത്തുപോയ ആ ആൻ്റപ്പൻ്റെ ഭാര്യ തന്നെ. ഇന്നലെ രാത്രി കാർത്തി പോയത് അവളുടെ വീട്ടിലേക്കായിരുന്നു. അത് കൊച്ചമ്മയ്ക്ക് എങ്ങനെ അറിയാം? കാർത്തിക്കുഞ്ഞ് പോയത് ചിട്ടി ഓഫീസിലേക്കായിരുന്നു. അതുമാത്രമല്ല, ആദിമോൾ അടവൻ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അല്ലെങ്കിൽ തന്നെ കണ്ട വീടുകളിലൊന്നും പോകേണ്ട ആവശ്യം എൻ്റെ കാർത്തിക്കുഞ്ഞിനില്ല. കാർത്തിയെക്കുറിച്ച് മോശമായി പറയുന്നത് കേട്ടതും ലീല സ്വന്തം സ്ഥാനം മറന്ന് അവരോട് ചൂടായി. അത് കേട്ട് സാവിത്രിക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നെങ്കിലും ആവശ്യം തൻ്റേതായതുകൊണ്ട് തന്നെ അവൾ മൗനം പാലിച്ചു. ഞാനില്ലാത്തതൊന്നുമല്ല ലീലെ പറഞ്ഞത്. ഇന്നലെ രാധുവിൻ്റെ ഒരു സുഹൃത്ത് അവനെയും അവളെയും സിറ്റിയിൽ വെച്ച് ഒരുമിച്ച് കണ്ടിരുന്നു. അല്ലെങ്കിൽ തന്നെ അവളുടെ കുഞ്ഞ് അവൻ്റെ ആണെന്നാണ് ഈ നാട്ടുകാരുടെ ഒരു പറച്ചിൽ തന്നെ. അതിൻ്റെ കൂടെ അവരൊരുമിച്ചും കൂടെ കണ്ട പറയണോ? ആളുകൾക്ക് ചിരിക്കാനുള്ളത് കാർത്തി തന്നെ ഉണ്ടാക്കും. സാവിത്രി നിരന്തരം കാർത്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. നാട്ടുകാരുടെ ഇടയിലുള്ള ആ പറച്ചിൽ ലീലയും കേട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് കാർത്തിയെ വളരെ വിശ്വാസമായിരുന്നു. ഒരിക്കലും സേതുവിൻ്റെയും ഗംഗയുടെയും മകൻ വഴി പിഴച്ചു പോകില്ല എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. എന്നാലും ഇതൊക്കെ കേട്ടുകൊണ്ട് ആദ്യം നിൽക്കുന്നത് ഓർത്തപ്പോൾ ലീലയ്ക്ക് ഭയമായി. അവർ എന്ത് പറയണമെന്നറിയാതെ ആദ്യം ഒന്ന് നോക്കി. എന്നാൽ ഒരു ഭാവവ്യത്യാസവും കൂടാതെ അവൾ ചെയ്തുകൊണ്ടിരുന്ന പണികൾ തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവളുടെ പെരുമാറ്റം സാവിത്രിയെയും നല്ല രീതിയിൽ ചൊടിപ്പിച്ചു. ഡി ആതിരെ, ഞാനീ പറയുന്നത് നിന്റെ ഭർത്താവിനെ കുറിച്ചാ. എന്നിട്ട് നീ എന്താടി കുന്തം വിഴുങ്ങിയതുപോലെ ഇതൊന്നും നിന്നെ ബാധിക്കില്ല എന്ന തരത്തിൽ നിൽക്കുന്നത്? അതോ നീയും കൂടി അറിഞ്ഞിട്ടാണോ അവനിങ്ങനെ പോകുന്നത്? അവർ അവളെ പരിഹസിച്ചതും ആതിര ചെയ്തുകൊണ്ടിരുന്ന പണികളെല്ലാം നിർത്തിയതിനു ശേഷം അവരെ തുറച്ചു നോക്കി. ആ നോട്ടത്തിൽ അവർ ഒന്ന് പതറിയെങ്കിലും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവളുടെ നേരെ കുരയ്ക്കാനായി തുടങ്ങി. അല്പനേരത്തിനു ശേഷം, കഴിഞ്ഞോ? ആദി വളരെ ഗൗരവത്തോടെ തന്നെ അവരോട് ചോദിച്ചു. എന്ത്? അല്ല, നിങ്ങളുടെ പ്രസംഗം കഴിഞ്ഞോന്ന് അവൾ വലിയ ഭാവവ്യത്യാസമില്ലാതെ ചോദിച്ചു. ആദിയുടെ അഹങ്കാരത്തോടുള്ള സംസാരം സാവിത്രിയെ വല്ലാതെ ചൊടിപ്പിച്ചു. നിന്റെ ഈ അഹങ്കാരം അവനെ കണ്ടിട്ടുള്ളതാണെന്നൊക്കെ എനിക്കറിയാം. എന്നാൽ നിനക്കൊന്നും അറിയില്ല കാർത്തിയുടെ സ്വഭാവം. അവനെ പോലെ ഒരാൾ ഈ നാട്ടിൽ വേറെയില്ല. സാവിത്രി അവനെ പരിഹസിച്ചതും ആദിയുടെ ശബ്ദം അവർക്ക് നേരെ ഉയർന്നു. ഇത് കേട്ടതും ആ കുടുംബത്തിലെ ബാക്കി ആളുകളും ആ ശബ്ദം കേട്ടെടുത്തേക്ക് എരച്ചെത്തി. രാധുവിനെ കണ്ടതും സാവിത്രി അവരുടെ നേരെ തിരിഞ്ഞു. എൻ്റെ രാധുവേ, ഇന്നലെ ആ ചെറുക്കനെ ജാൻസിയിലൂടെ കണ്ടത് ഞാനൊന്ന് പറഞ്ഞുപോയി. അതിനാണ് ഇവളുടെ ഈ പ്രകടനം മുഴുവനും. ആ പെണ്ണ് പിഴയാണെന്ന് ഈ ലോകം മുഴുവൻ അറിയാം. ഇവളുടെ ഭർത്താവ് ഏതു നേരവും അവളുടെ വീട്ടിലും. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ കാര്യം ഇവിടെ ഉള്ളവരോട് പറയാമെന്ന് വച്ചു. അപ്പൊ ഇവൾക്ക് എന്തെന്നില്ലാത്ത അഹങ്കാരം. സാവിത്രി പൊടിപ്പും തൊങ്ങലും വെച്ച് കാർത്തിയുടെ കാര്യം അവിടെയുള്ളവരെ അറിയിച്ചു. ഇതൊക്കെ കേട്ട് മാധവിക്ക് ദേഷ്യം എരച്ചു കയറി. അവർ സാവിത്രിയുടെ നേരെ തിരിഞ്ഞു. ആദ്യം ഇവിടെ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് നിന്റെയൊക്കെ ഒരുമാതിരി മുനവച്ചുള്ള സംസാരം. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിക്കരുത് സാവിത്രി. അപ്പം ഞാൻ പറഞ്ഞതില്ലാത്തതാണോ മാധവമ്മേ? ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ജാൻസിയുടെയും കാർത്തിയുടെയും കിടപ്പുവശം. ഭർത്താവ് മരിച്ച അവർക്ക് സഹായിക്കാൻ അവരുടെ വീട്ടുകാരില്ലേ? എന്നാൽ ആ പെണ്ണെല്ലാത്തിനും വിളിക്കുന്നത് ഇവനെയാണ്. ഇവനാണെങ്കിൽ അവരുടെ വിളി പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെയും. സാവിത്രി പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി. അവർ പറഞ്ഞതിലും കാര്യമുള്ളതുകൊണ്ട് തന്നെ മാധു ഒരു നിമിഷം നിശബ്ദയായി. എന്താ മാധു അമ്മയ്ക്കും ഇപ്പൊ ഒന്നും പറയാനില്ലേ? എന്തൊക്കെ പറഞ്ഞാലും അവൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മകനല്ലേ? അവരെ ചൊടിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇതേ സമയം മാധുവിൻ്റെ മനസ്സിൽ ആദിയുടെ മുഖമായിരുന്നു. ഇവരുടെയൊക്കെ സംസാരം കേട്ട് ആദി കാർത്തിയെ തെറ്റിദ്ധരിക്കുമോ എന്നും വെറുക്കുമോ എന്നും അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ശ്വാസമൊന്ന് നീട്ടി വലിച്ചുകൊണ്ട് അവർ അവളോട് സംസാരിക്കാൻ തുടങ്ങി. മോളെ, ഇവർ ഈ പറയുന്നതൊന്നുമല്ല സത്യം. കാർത്തിമോൻ്റെ ചിട്ടിക്കമ്പനിയിലായിരുന്നു ജാൻസി ജോലി ചെയ്തിരുന്നത്. അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവർക്ക് മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അന്ന് അവർക്ക് സഹായമായി ഇരുന്നത് കാർത്തിമോനായിരുന്നു. അതിലൊന്നും ഞാനൊരു തെറ്റും കാണുന്നില്ല ആദിമോളെ. കാരണം ജാൻസിയുടെയും ആൻ്റപ്പൻ്റെയും വിവാഹം ഒരു പ്രണയ വിവാഹമായിരുന്നു. ലോറിക്കാരനായതുകൊണ്ട് തന്നെ ജാൻസിയുടെ വീട്ടുകാർ അവളെ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. കാർത്തിമോൻ ജാൻസിയിൽ കണ്ടത്
അവന്റെ ജീവിതം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തനിക്ക് കഴിയുന്നതുപോലെ അവരെ സഹായിച്ചിരുന്നു. ഇപ്പോഴും അവർക്ക് എന്തേലും ആവശ്യം വന്നാ കാർത്തി മടിക്കാതെ അത് ചെയ്തു കൊടുക്കും. അതിന് ഈ സാവിത്രി പറയുന്ന പോലെ ഒന്നും അവർക്കിടയിലില്ല. മാധു തനിക്കറിയാവുന്ന കാര്യങ്ങൾ അവളോട് വ്യക്തമാക്കി. അതേ ചേച്ചി, മാധു മുത്തശ്ശി പറഞ്ഞതെല്ലാം വളരെ സത്യമാണ്. എൻ്റെ ഏട്ടന് അവരൊരു സഹോദരിയെ പോലെയാണ്. എൻ്റെ അറിവിൽ അവർ തമ്മിൽ ഒരു രഹസ്യബന്ധമില്ലാതാനും. പിന്നെ അമ്മയും അമ്മായിയും ഒക്കെ കാർത്തികേട്ടൻ്റെ കുറ്റങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അതിനവരെന്നും കണ്ടുപിടിച്ചിരുന്ന വഴിയും ഇത് തന്നെ. സത്യം പറഞ്ഞ ഇവരൊക്കെ ഓരോന്ന് പറയുന്നത് കേട്ടാണ് നാട്ടുകാരും ഓരോന്ന് പറയാൻ തുടങ്ങിയത്. സ്വന്തം വീട്ടിലുള്ളവർ തന്നെയാണ് കാർത്തികേട്ടൻ്റെ ഏറ്റവും വലിയ പാരകളും. അതെനിക്ക് ഈ ഒരാഴ്ച കൊണ്ട് മനസ്സിലായി മോളെ. ഇവരുടെയൊക്കെ സംസ്കാരം മോള് പറയാതെ തന്നെ എനിക്ക് വ്യക്തമായി തന്നെ അറിയാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ സാവിത്രിയുടെ നേരെ തിരിഞ്ഞു. സാവിത്രിയമ്മേ, നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഈ ശുഷ്കാന്തി എന്തിനാണെന്ന് ആരും പറയാതെ തന്നെ എനിക്ക് വ്യക്തമായി അറിയാം. എന്നാൽ അതൊരിക്കലും നടക്കില്ല. എൻ്റെ ഏട്ടനെ വിട്ട് ഈ ആദി ഒരിക്കലും എവിടേക്കും പോകില്ല. എനിക്ക് എന്നെക്കാളും വിശ്വാസമാണ് എൻ്റെ ഭർത്താവിനെ. അതുകൊണ്ട് ഇതുപോലുള്ള ചീപ്പ് നമ്പരുമായി ഇനി എൻ്റെ മുന്നിലേക്ക് വരരുത്. അവൾ എടുത്തടിച്ച പോലെ അവരോട് പറഞ്ഞതും അവിടെ ഒരു കയ്യടി ശബ്ദം മുഴങ്ങി. അതോടെ എല്ലാവരുടെയും ശ്രദ്ധ ശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു. വാതിലിൽ ചാരി നിൽക്കുന്ന കാർത്തിയെ കണ്ടതും സാവിത്രി ഒരു നിമിഷം ഞെട്ടി. എന്താ സാവിത്രി അമ്മേ, പ്ലാൻ ചീറ്റിപ്പോയോ? ഇത് ഞാൻ മുൻപേ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ ഞെട്ടലൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്നലെ അവരുടെ കൂടെ ആയിരുന്നു എന്ന് കൃത്യമായി പറയാൻ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ സഹോദരനോ അവിടെ ഉണ്ടായിരുന്നോ? അവൻ അല്പം പുച്ഛത്തോടെ ചോദിച്ചു. ഡാ, അലറണ്ട. എല്ലാം വിശദമായി കൃത്യമായി അറിയുന്നതുകൊണ്ട് ചോദിച്ചതാ. അതിന് നിന്നെ പോലെ പിഴച്ചു നടക്കിയല്ല എൻ്റെ ഭർത്താവും ആങ്ങളയൊന്നും. സത്യത്തിൽ നിനക്കെന്ന് പറയാൻ എന്താ ഇവിടെ ഉള്ളത്? ഒന്നുമില്ല. ഇതൊക്കെ എൻ്റെ അച്ഛൻ്റെ സമ്പാദ്യമാ. സാവിത്രി തൻ്റെ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവനോട് അലറി. എൻ്റെ സാവി, നീ ഒന്ന് അടങ്ങ്. ഇവനെ പോലെ പിഴച്ചു നടക്കുന്നവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വന്ന് കയറിയതും ഇവനെ പോലെ. രാധു എന്തോ പറയാനായി വന്നതും മുൻപിലിരുന്ന കസേര അവൻ അവരുടെ നേരെ എറിഞ്ഞു. അവൻ്റെ പെട്ടെന്നുള്ള നീക്കമായതുകൊണ്ട് തന്നെ ഒരു നിമിഷം എല്ലാവരും ഒരുപോലെ ഭയന്നുപോയി. ഡാ മോനെ, മാധവിയമ്മ പേടിയോടെ വിളിച്ചതും അവൻ ദേഷ്യം നിയന്ത്രിച്ച് അവരെ ചേർത്ത് പിടിച്ചു, ഒപ്പം തൻ്റെ ഭാര്യയെയും. അതിനുശേഷം സാവിത്രിയുടെ നേരെ തിരിഞ്ഞു. ദേ പെണ്ണുപിള്ളേ, സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു അതിരുണ്ട്. എന്നെക്കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് ക്ഷമിക്കും. എന്നാൽ ഈ പിഴച്ച നാക്കുകൊണ്ട് നിങ്ങളെൻ്റെ ഭാര്യയുടെ നേരെ ശബ്ദമുയർത്തിയാ ആ നാവ് പിഴുതുകളാൻ ഈ കാർത്തിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞ ഈ സ്വത്തുക്കളുണ്ടല്ലോ, അത് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് മാത്രം സ്വന്തമായി തീരെഴുത്തെന്നൊന്നല്ല. മുത്തച്ഛൻ്റെ എല്ലാ മക്കൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അതായത് എൻ്റെ അച്ഛനും ഈ കുടുംബത്തിൽ അവകാശമുണ്ട്. അത് മറന്ന് നിങ്ങളിനി സംസാരിക്കരുത്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ഭാര്യയെയും മാധു അമ്മയും കൂട്ടി അപ്പുറത്തേക്ക് നടന്നു. അവർ പോയതും സാൻവി അവരെ പുച്ഛത്തോടെ നോക്കി. നീ എന്തിനാ എൻ്റെ അമ്മേനെ ഇങ്ങനെ നോക്കുന്നത്? വർഷ അവളുടെ നോട്ടം ദഹിക്കാതെ അവളോട് വഴക്കിടാനായി തുടങ്ങി. എൻ്റെ പൊന്നു വർഷേ, എനിക്ക് നിങ്ങളോടൊക്കെ തോന്നുന്നത് വെറും സഹതാപാണ്. കാരണം നിങ്ങളൊക്കെ ചേർന്ന് പിരിക്കാൻ നോക്കുന്നത് കാർത്തികേയൻ താലി കെട്ടിയ അവൻ്റെ പെണ്ണിനെയാണ്. നിങ്ങൾ എത്രയൊക്കെ കുതന്ത്രങ്ങൾ ചെയ്താലും അവരെ ഒരുമിപ്പിച്ച ഈശ്വരന്മാർ അവരെ എന്നും ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. സംശയമുണ്ടെങ്കിൽ ഇതൊന്ന് ഓർത്തു വെച്ചോ. എൻ്റെ കാർത്തികേട്ടന് വേണ്ടി ജന്മമെടുത്ത പെണ്ണാണ് ആതിര എന്ന ആദി. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും നടന്നു നീങ്ങി. സാൻവിയുടെ സംസാരം കൂടി ആയതോടെ സാവിത്രിക്ക് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമായി. അവർ രാധികയുടെ നേരെ തിരിഞ്ഞു. എന്നാൽ ഇതേ സമയം മേലേടത്ത് മായയും കുട്ടികളും നല്ല രീതിയിലുള്ള വഴക്ക് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽപ്പെട്ട് രഘുവും. എൻ്റെ പൊന്നമ്മേ, ആഴ്ചയൊന്നായി വായിക്ക് രുചിയായി വല്ലതും കഴിച്ചിട്ട്. അമ്മയ്ക്ക് ബ്രെഡ് അല്ലാതെ വേറൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? പതിവ് പോലെ മായ ബ്രെഡുമായി വരുന്നത് കണ്ടതും ആരതിയുടെ ശബ്ദം ഉയർന്നു. ആരു, എനിക്കിതൊക്കെ പറ്റൂ. ഇനി നിനക്കിതൊന്നും പിടിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും അടുക്കളയിൽ കയറി നീ സ്വന്തമായി ഉണ്ടാക്കണം. അല്ലാതെ എന്നോട് ആജ്ഞാപിക്കുകയല്ല വേണ്ടത്. മായ ആരതിക്ക് നേരെ മുരണ്ടു. നേരത്തെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ അമ്മേ. ആദി ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ
ഒരു മാടിനെ പോലെ നിങ്ങൾ അവരെ പണിയെടുപ്പിക്കുകയായിരുന്നില്ലേ? അന്നേരം ഓർത്തില്ലല്ലോ അമ്മ ഇതൊന്നും. ദേ ആരു, ഒന്നും എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടി കൂടിയല്ലേ. എന്നിട്ടിപ്പോ ഞാൻ മാത്രം മോശക്കാരി. അത്രയും പറഞ്ഞുകൊണ്ട് അവർ ചാടി അകത്തേക്ക് നടന്നു. അവർ പോയതും രഘു തൻ്റെ മക്കളുടെ നേരെ തിരിഞ്ഞു. മക്കളെ, നിങ്ങൾ എന്തിനാ ആദിക്ക് വേണ്ടി സ്വന്തം അമ്മയോട് അടികൂടുന്നത്? അതുകൊണ്ട് എന്തു പ്രയോജനമാണ് നിങ്ങൾക്കുള്ളത്? അതിന് ഞങ്ങൾ അമ്മയോട് അടികൂടിയത് ആദി ചേച്ചിക്ക് വേണ്ടിയാണെന്ന് അച്ഛനോട് ആരാ പറഞ്ഞത്? അത് കേട്ടതും അയാൾ അവരെ സംശയത്തോടെ നോക്കി. ഒരിക്കലും അല്ലച്ചാ, ഞങ്ങൾ ഞങ്ങളുടെ അമ്മയോടാ പറഞ്ഞത്. ഞങ്ങളുടെ ആവശ്യങ്ങളാണ്. ഇത്രയും കാലം ഞങ്ങൾക്കത് ചെയ്തു തന്നത് ഞങ്ങളുടെ ആദി ചേച്ചിയായിരുന്നു. അന്ന് ഞങ്ങൾക്ക് അവരുടെ വില അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് അവരിവിടുന്ന് പോയപ്പോഴാണ് അവരുടെ വില ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ അച്ഛനും ചേച്ചിയുടെ വില തിരിച്ചറിയും. നമ്മുടെ പുന്നാരമ്മയ്ക്ക് പ്രസംഗിക്കാൻ മാത്രമേ അറിയൂ, അല്ലാതൊരു കോപ്പും അവർക്കറിയില്ല. ആരതി തൻ്റെ ഉള്ളിലെ ദേഷ്യം അയാളെ അറിയിച്ചു. കുട്ടികൾ പറയുന്നതിലും കാര്യമുണ്ടെന്നറിയാവുന്ന രഘു ഒന്നും മിണ്ടാതെ മായ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഒപ്പം വേറെ നിവൃത്തിയില്ലാതെ കുട്ടികളും അയാൾക്കൊപ്പം ഇരുന്നു. ഇതേ സമയം രാധികയും സാവിത്രിയും ആകെ ദേഷ്യത്തിലായിരുന്നു. ദേ ഏട്ടത്തി, നമ്മൾ എന്തേലും ഉടനെ ചെയ്തില്ലെങ്കിൽ എല്ലാം നമ്മുടെ കൈവിട്ടു പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ പെണ്ണിന്റെ ചാട്ടം? സാവിത്രിയുടെ സ്വരമുയർന്നു. എന്റെ സാവി, നീ ഒന്ന് അടങ്ങ്. ഈ സത്യൻ ജീവിച്ചിരിക്കുമ്പോ അവൻ ഒരിക്കലും ആ പെണ്ണിന്റെ കൂടെ ഇവിടെ വാഴില്ല. ഇതൊക്കെ കേട്ട് അവരുടെ അരികിലേക്ക് വന്ന സത്യൻ അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. അത് കേട്ടതും സാൻവി സത്യന് നേരെ തിരിഞ്ഞു. ഏട്ടാ, എന്തെങ്കിലും ഉടനെ ചെയ്ത് അവരുടെ ബന്ധം രണ്ടാക്കണം. ഇനി ആ ആതിരയുടെ ശബ്ദം ഈ തറവാട്ടിൽ നമുക്ക് മുകളിൽ ഉയരരുത്. വേണം മോളെ, പക്ഷെ നമ്മളിപ്പോ എന്തേലും ചെയ്താ അത് നമുക്ക് തന്നെ തിരിച്ചടിയാകും. കാരണം നമുക്ക് ഈ ബന്ധം താല്പര്യമില്ലെന്ന് കാർത്തികേയനും മാധവിയമ്മയ്ക്കുമൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമ്മളിപ്പോ എന്തേലും ചെയ്താ അത് നമുക്ക് തന്നെ വലിയ തിരിച്ചടിയാകും. അപ്പോ ഒന്നും ചെയ്യണ്ടെന്നാണോ ഏട്ടൻ പറഞ്ഞു വരുന്നത്? സാവി സംശയത്തോടെ അവനോട് തിരക്കി. തൽക്കാലം ഒന്നും വേണ്ട സാവി, നമുക്കും ഒരവസരം വരും. അതുവരെ കാത്തിരിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും നല്ലത്. എന്റെ ഏട്ടാ, നമ്മൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഈ സ്വത്തൊക്കെ വീതം വെച്ചാൽ തീരാവുന്ന അഹങ്കാരം മാത്രമേ കാർത്തിക്കുള്ളൂ. അവനോടുള്ള ദേഷ്യം സാവിത്രി പ്രകടമാക്കി. സ്വത്തുക്കൾ, നീ ഇതെന്തറിഞ്ഞിട്ടാ സാവി പറയുന്നേ? മനക്കിലെ സ്വത്തുക്കളുടെ എല്ലാം അവകാശി സത്യത്തിൽ അവൻ മാത്രമാണ്, ആ കാർത്തികേയൻ. വർഷങ്ങൾക്ക് മുൻപൊരു ബിസിനസ് തുടങ്ങാനായിട്ട് എനിക്ക് തറവാട്ട് വക കിട്ടിയ സ്വത്തുക്കളെല്ലാം വിൽക്കാൻ തീരുമാനിച്ചിരുന്നു. അന്ന് ആ സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി അതെല്ലാം വാങ്ങിയത് ദേവചന്ദ്രൻ എന്ന ദേവച്ചനാണ്. അതയാൾ കാർത്തികേയന്റെ പേരിലാക്കി മാറ്റിയിരുന്നു. ഇന്നീ കാണുന്ന സ്വത്തിന്റെ എല്ലാം അവകാശി അവനാണ്, കാർത്തികേയൻ. അപ്പൊ നമുക്കിവിടെ ഒരു വീതവും ഇല്ലേ? അങ്ങനെ ചോദിച്ചാ ഈ തറവാടിന്റെ പകുതി സ്വത്ത് നമ്മുടെ അച്ഛൻ കാർത്തിക്കിന് തന്നെയാ കൊടുത്തിരിക്കുന്നത്. ബാക്കി പകുതി നമ്മളായിട്ട് തന്നെ അവന്റെ കൈകളിലും എത്തിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും സത്യേട്ടാ? ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുന്നതാണോ? സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ സാവിത്രി ആകെ പരിഭ്രാന്തി നിറഞ്ഞ സ്വരത്തിൽ അവനോട് ചോദിച്ചു. എല്ലാത്തിനും കുറിച്ച് സാവകാശം വേണം. അവനെ നിന്റെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് ഞാൻ ആദ്യം ആഗ്രഹിച്ചത്. എന്നാൽ വർഷമോൾക്കൊരു പ്രണയമുള്ള സ്ഥിതിക്ക് അത് നടക്കില്ല. പിന്നെ വാണിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോഴാണ് കല്യാണി മോളെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞത്. അവളെ വെച്ച് എന്തേലും ചെയ്യാമെന്നുള്ള പ്ലാനിൽ നിൽക്കുമ്പോഴാണ് അവൻ ആ ദരിദ്രവാസിയെ കെട്ടി ഇവിടേക്ക് കൊണ്ടുവന്നത്. സത്യൻ കാർത്തികേയനുള്ള ദേഷ്യം അയാളുടെ വാക്കുകൾ വ്യക്തമാക്കി. ഇനി എന്ത്? അതേപ്പറ്റി സംസാരിക്ക് സത്യേട്ടാ. ഇതൊക്കെ കേട്ടുന്ന രാധികയുടെ സ്വരമുയർന്നു. കുറച്ചു സമയം എനിക്ക് നിങ്ങൾ തരണം. എന്ത് ചെയ്തിട്ടാണേലും കാർത്തിയുടെ ഭാര്യയായി കല്യാണിമോൾ വരണം. ഈ സത്യൻ അത് ചെയ്തിരിക്കും സാവിമോളെ. കാരണം ഇപ്പൊ ഇത് എനിക്കൊരു വാശി കൂടിയാണ്. കാർത്തികേയന്റെ ജീവിതം ഇനിയങ്ങോട്ട് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്ലാൻ പോലെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിനാദ്യം വേണ്ടത് ആതിരയുടെയും കാർത്തികേയന്റെയും വേർപിരിയലാണ്. സത്യൻ ആ നിമിഷം പലതും കണക്കുകൂട്ടി. ആദി, നീ എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേടി പെണ്ണെ. അതുമാത്രം ഈ കാർത്തിക്ക് സഹിക്കാൻ കഴിയില്ല. അവിടെ സാവിയമ്മയും രാധവമ്മയും പറഞ്ഞോലോ ഒന്നും ഞങ്ങൾക്കിടയിലില്ല. അതിനുണ്ടെന്ന് ഞാൻ പറഞ്ഞോ കാർത്തിയേട്ടാ? മറ്റാരെക്കാളും എനിക്ക് നിങ്ങളെ പൂർണ്ണ വിശ്വാസമാണ്. ഏട്ടൻ അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ
ഒരിക്കലും ഏട്ടൻ എന്നെ ഭാര്യയായി സ്വീകരിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനൊരു തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. പിന്നെ ചെറിയൊരു സങ്കടമുണ്ട്. നിങ്ങൾ എന്നോട് സത്യം തുറന്നു പറയായിരുന്നു. പെട്ടെന്ന് ജാൻസി വിളിച്ചപ്പോൾ എനിക്ക് നിന്നോടൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല പെണ്ണെ. തെറ്റെന്റെ ഭാഗത്താണ്. എനിക്ക് വേണമെങ്കിൽ നിന്നോട് സത്യം പറഞ്ഞിട്ട് പോകായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. ഹോസ്പിറ്റലെത്തിയപ്പോൾ ജാൻസിയും നിന്നോട് പറയാതെ വന്നതിൽ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു. തിരിച്ചു വന്നപ്പോഴെങ്കിലും എനിക്ക് നിന്നോട് സത്യം തുറന്നു പറയാമായിരുന്നു മോളെ. പക്ഷെ നീ എന്നെ തെറ്റിദ്ധരിക്കുമെന്നുള്ള ചിന്ത, പിന്നെ ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യം, അതൊക്കെ കൊണ്ടാണ് എനിക്ക് നിന്നോട് പറയാൻ കഴിയാതെ പോയത്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒരു കാര്യവും ഞങ്ങൾക്കിടയിലില്ല. കാർത്തിയുടെ ആ തുറന്നു പറച്ചിൽ അവളുടെ ചുണ്ടിലൊരു കുഞ്ഞി പുഞ്ചിരി വിടർത്തി. അത്രയും മനോഹരവും വ്യക്തവുമായിരുന്നു അവന്റെ ഓരോ വാക്കുകളും. എന്റെ പൊന്ന് കാർത്തിയേട്ടാ, എനിക്ക് നിങ്ങളെ ഒരു സംശയമില്ല. ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഈ കവലച്ചട്ടമ്പിയെ എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. അപ്പൊ എന്നോട് പിണങ്ങിയിരുന്ന് നീ എന്നെ പറ്റിച്ചതല്ലേടി കള്ളിപ്പെണ്ണേ? അവൻ തെല്ല് പരിഭവത്തോട് അവളോട് ചോദിച്ചു. അതേലോ ചട്ടമ്പി, അതുകൊണ്ട് ഈ നാട് വിറപ്പിക്കുന്ന കാർത്തികേയന്റെ യഥാർത്ഥ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞില്ലേ? അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കവളിൽ പതിയെ നുള്ളി. അവളുടെ ആ തെളിഞ്ഞ പുഞ്ചിരി മാത്രം മതിയായിരുന്നു അവന് അവൾക്കുള്ളിലുള്ള തന്റെ സ്ഥാനമറിയാൻ. തന്നെ മനസ്സിലാക്കി സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പാതിയെ കിട്ടിയതിൽ അവൻ ആ നിമിഷം ഈശ്വരന്മാരോട് നന്ദി പറഞ്ഞു. അല്ല കാർത്തിയേട്ടാ, ആ കുഞ്ഞിനിപ്പോ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? അവർ പെട്ടെന്ന് ഓർത്തതുപോലെ അവനോട് ചോദിച്ചു. അല്പം ഭേദമുണ്ട് പെണ്ണെ. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ ആ പെണ്ണ് അനുഭവിക്കാൻ തുടങ്ങിയതാ. ഞാനും കൂടി ഇല്ലായിരുന്നെങ്കിൽ അവളും ആ കുഞ്ഞും ഒരു കുപ്പി വിഷത്തിൽ ജീവൻ ഒടുക്കിയേനെ. നീ വിചാരിക്കുന്ന പോലെ ജാൻസി ഒരു മോശം പെണ്ണൊന്നും അല്ല. പിന്നെ ഈ നാട്ടിലുള്ളവർക്ക് എന്തിനാണ് അങ്ങനെ ഒരു മുദ്ര ചാർത്തി കൊടുത്തത്? അതിന് മാത്രം അവൾ എന്ത് തെറ്റായി ഈ സമൂഹത്തിലുള്ളവരോട് ചെയ്തത്? ആദിയുടെ സ്വരം അവന്റെ നേർക്കുയർന്നു. അതിനൊരു ഉത്തരം എനിക്കറിയില്ല പെണ്ണെ. അവളുടെ ഭർത്താവ് എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. അവൻ വഴിയാണ് എനിക്ക് അവളെ പരിചയം. എന്നിട്ട് ഈ കുട്ടിയുടെ ഭർത്താവ് എങ്ങനെയാ മരിച്ചത്? ആന്റപ്പന്റെയും ജാൻസിയുടെയും പ്രണയവിവാഹമായിരുന്നു. പാലായിലെ വലിയൊരു കുടുംബത്തിലെ അംഗമാണ് ഈ ജാൻസി. ഒരനാഥ ചെറുപ്പക്കാരനെ സ്നേഹിച്ചതിന്റെ പേരിൽ ആ പാവത്തിനെ അവിടെ നിന്ന് അടിച്ചിറക്കി. എന്റെ അരവിയെയും ക്രിസ്റ്റിയെയും ഹരിയെയും പോലെ തന്നെയായിരുന്നു എനിക്ക് ആന്റപ്പനും. ഒരാക്സിഡന്റിന് രൂപത്തിൽ അവൻ പോയപ്പോൾ ജാൻസിക്ക് നഷ്ടമായത് അവളുടെ ജീവൻ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ച തന്റെ പാതിയെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവൾക്കും ഉണ്ടായി. ഒരു ലോറിക്കാരന്റെ പിറകെ പോയതുകൊണ്ട് മാത്രം ജാൻസി അവരുടെ വീട്ടുകാരൻ കൈയൊഴിഞ്ഞു. ആരോരുമില്ലാത്ത അവളെ തെരുവിലേക്ക് വലിച്ചെറിയാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ അവളെ എൻ്റെ സ്വന്തം സഹോദരിയെ പോലെ തന്നെയാണ് കണ്ടത്, ഇപ്പോൾ കാണുന്നതും. അത് സാൻവി മോൾക്കും മുത്തശ്ശിക്കും മുത്തശ്ശനും ഒക്കെ അറിയാം. അതൊക്കെ ശരി തന്നെ. പക്ഷേ ജാൻസി ചേച്ചിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അതാരാണ്? അത് ഏട്ടൻ്റെ കൂട്ടുകാരൻ അല്ലെന്നുള്ള കാര്യം സത്യമാണ്. അതേപ്പറ്റി ഏട്ടനോട് ചേച്ചി എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ആ കുഞ്ഞിൻ്റെ അച്ഛനെ പറ്റി. അത് കേട്ടതും കാർത്തിയൊന്നും മിണ്ടാതെ അവളുടെ അരികിൽ നിന്ന് മാറി ആ റൂമിലേക്കുള്ള ബാൽക്കണിയിലേക്ക് നടന്നു. ഒപ്പം കാര്യങ്ങൾ അറിയാനുള്ള വ്യഗ്രതയിൽ ആദിയും. ഏട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. കാർത്തിയുടെ സൈലൻസ് കണ്ടതും ആദി അവനോട് സംസാരിച്ചു തുടങ്ങി. ആദി, നമ്മൾ വിചാരിക്കുന്ന പോലെ ആരും പുറമേ കാണുന്നത് പോലെ ആയിരിക്കില്ല. അവരുടെ ഉള്ളിലല്ലെങ്കിൽ പുറമേ നമ്മളോട് കാണിക്കുന്നതിൻ്റെ അങ്ങേയറ്റമായിരിക്കും അവരുടെ മനസ്സിൽ. ഏട്ടൻ ഇത് ആരെക്കുറിച്ച് ഈ സംസാരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിച്ചത് ജാൻസിയുടെ ഭാവിയെക്കുറിച്ചല്ലേ? ഞാനും നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന അതേ കാര്യം തന്നെയാണ്. ആദി, ഇനി നമുക്കിടയിൽ ഒരു രഹസ്യങ്ങളും വേണ്ട, അവൻ അവളോട് പറഞ്ഞു തുടങ്ങി. എന്നാലും എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല കാർത്തിയേട്ടാ. എന്നാലും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അതെനിക്കും അറിയില്ല ആദി. ഒന്ന് ഞാൻ തറപ്പിച്ച് പറയാം. ഈ കാര്യത്തിൽ ജാൻസി നിരപരാധിയാണ്. പിന്നെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അത് ഞാനും മനസ്സിലാക്കുന്നു. അതുകൊണ്ടൊക്കെ കൂടെയാണ് ഞാൻ അവരെയും കുഞ്ഞിനെയും ഏറ്റെടുത്തത്. ഏട്ടാ, എന്നാലും ആ കുഞ്ഞിൻ്റെ അച്ഛൻ, അതെന്തായാലും വിടാതി. നടക്കാൻ പാടില്ലാത്തത് മുൻപേ നടന്നു കഴിഞ്ഞതാണ്. ഇനി അതേപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നാലും ആ കുഞ്ഞിൻ്റെ ഭാവി ഓർക്കുമ്പോൾ അത് കേട്ടതും കാർത്തി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഏട്ടാ, ആ കുഞ്ഞിനെ നമുക്ക് നമ്മുടെ കുഞ്ഞായി വളർത്തിയാലോ? അതൊന്നും പോസിബിളായ കാര്യമല്ല ആദി. ഒരിക്കലും ഒരമ്മയും തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല. അങ്ങനെ ഉപേക്ഷിക്കുന്നവരുണ്ടെന്ന് ഏട്ടൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായതല്ലേ. എന്തായാലും നമുക്ക് ഈ കാര്യം ജാൻസിയോടൊന്ന് സംസാരിച്ച് നോക്കാം. എന്തായാലും ഇനി അങ്ങോട്ട് നിങ്ങളുടെ കൂടെ എന്തിനും ഏതിനും ഞാനും ഉണ്ട്.
അവൾ അവന് വാക്ക് നൽകി. നീയാണ് ആദി എൻ്റെ ബലം. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവരവരുടെ ലോകത്ത് അല്പനേരം ഇരുന്നു. ഇങ്ങനെ നിന്നാ മതിയോ? നമുക്കൊന്ന് സ്നേഹിക്കണ്ടേ? അവൻ അവളുടെ കാതോരം ചോദിച്ചതും അവളുടെ മുഖം നാണത്തോടെ ചുവന്നു. എന്തേ, എൻ്റെ പെണ്ണിന് നാണം വന്നോ? അവളുടെ ചുവന്ന മുഖം കാണവേ അവൻ അവളുടെ കാതോരം തിരക്കി. അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ കാതിൽ പതിഞ്ഞതും അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ പിടച്ചിൽ മനസ്സിലായതും അവൻ അവളുടെ അരയിൽ വെച്ച അവൻ്റെ കൈകൾ അല്പം മുറുക്കം കൂടി. അവളിൽ മുറുക്കി അവളുടെ കാതിൽ പതിയെ ഒന്ന് കടിച്ചു വിട്ടു. അവളൊന്ന് ഞെരുങ്ങിയതും അവൻ വീണ്ടും അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ ചേർത്ത് പതിയെ നുണഞ്ഞു തുടങ്ങി. അവൻ്റെ ഫോൺ ശബ്ദിച്ചും തുടങ്ങി. എന്നാ ആ കോളിനെ അവഗണിച്ച് അവൻ വീണ്ടും അവളിലേക്കടുത്തതും ആദ്യം അവനെ തടഞ്ഞു. ഫോൺ എടുക്കാൻ പ്രേരിപ്പിച്ചു. എൻ്റെ ഏട്ടാ, ഒന്ന് എടുക്ക്, വല്ല അത്യാവശ്യക്കാരുമായിരിക്കും. അവൻ അതിന് മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് ഫോൺ എടുത്തതും അതിൽ തെളിഞ്ഞെടുക്കുന്ന പേര് കണ്ട് അവൻ്റെ ചൊടിയിലൊരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. എന്താ മനുഷ്യ ഒരു കള്ളച്ചിരിയൊക്കെ? ഏതെങ്കിലും രാധികമാരാണോ? ഏയ് അല്ല, എൻ്റെ സതീർത്ഥ്യന്മാരാണ് പെണ്ണെ. നമ്മുടെ വിവാഹത്തിൻ്റെ അന്ന് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ജോലിയുടെ ആവശ്യങ്ങളൊക്കെ എല്ലാവരും ആകെ തിരക്കിലായിരുന്നു. ഇപ്പം ലാൻഡ് ചെയ്തിട്ടുണ്ട്. വാ, നിനക്ക് എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. കാർത്തി ആദ്യം വലിച്ചുകൊണ്ട് സന്തോഷത്തോടെ തന്നെ ആ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അവരെ വിളിക്കാൻ സാൻവിയും അവിടെ എത്തിയിരുന്നു. ഏട്ടൻ അവരൊക്കെ വന്നത് അറിഞ്ഞിരുന്നോ? അവളൊരു കുഞ്ഞു പുഞ്ചിരിയോടെ ചോദിച്ചു. പിന്നെ അറിയാതെ, ഇവിടെ എത്തിയപ്പോഴേ ക്രിസ്ത്യനെ വിളിച്ചിരുന്നു. ഓ അങ്ങനെ അവർ പറഞ്ഞ് മൂരും താഴോട്ടിറങ്ങി. എന്നാൽ അതേസമയം അവരുടെ ഒരുമിച്ചുള്ള വരവ് കണ്ട് ദഹിക്കാത്ത മനക്കിലെ കൊച്ചു തമ്പുരാട്ടികളെല്ലാവരും ഡൈനിങ് ഹാളിൽ നിരന്നിരിപ്പുണ്ടായിരുന്നു. അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ കാർത്തി ആദ്യം കൂട്ടി പുറത്തേക്കിറങ്ങി. എൻ്റെ രാധികേച്ചി, നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ? അവൻ്റെ ഈ അഹമ്മദി എത്രയാണെന്ന് വെച്ചാൽ സഹിക്കുന്നേ? അതെ രാധികമ്മേ, അമ്മ പറഞ്ഞത് നേരാ. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിരുന്നിട്ടും ആ പെണ്ണോ കാർത്തിയേട്ടനോ നമ്മളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. വാണിയും കൂട്ടത്തിൽ സ്തുതി പാടാൻ തുടങ്ങി. അതോടെ രാധികയ്ക്ക് ദേഷ്യം ഇരട്ടിച്ചു. അധിക നാൾ അവനും മോളും ഇവിടെ കിടന്ന് വിലസത്തില്ല. വാണിമോളെ, അതിന് സത്യേട്ടൻ ഒരിക്കലും സമ്മതിക്കില്ല. രാധിക തന്റെ ദേഷ്യം അവരെ അറിയിച്ചതും അവിടെ മറ്റൊരു സ്ത്രീ ശബ്ദമുയർന്നു. എന്റെ പൊന്നമ്മേ, നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? ഇത് അവരുടെ കൂടെ വീടല്ലേ? ഈ വീട്ടിൽ എവിടെ പോകാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ? അത് മാത്രമല്ല, ഇപ്പോ ഈ വീടിന്റെ ഏക അവകാശി അത് കാർത്തിയേട്ടൻ മാത്രാ. ഏട്ടന്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാ നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് തന്നെ. അത് മറന്നു പോകരുതമ്മ. ഓ, നിനക്ക് പെറ്റ തള്ളേക്കാട്ടിലും വലുതാ പിഴച്ചു നടക്കുന്നവനാണല്ലോ സാൻവി. ഇതിനൊക്കെ നീ നാളെ അനുഭവിക്കുന്ന ഒരു കാലം വരും. അന്ന് നിനക്ക് ഈ അമ്മയുടെ വില മനസ്സിലാകും. എനിക്ക് കൂടുതലൊന്നും മനസ്സിലാക്കണമെന്നില്ല അമ്മേ. ഞാനെല്ലാം മനസ്സിലാക്കി തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാക്കൊന്നും എന്നെ ഏശത്തില്ല. എന്നാ അമ്മയും സാവിയമ്മയും ഒക്കെ കാത്തിരുന്നോ. ഇപ്പൊ കാണിക്കുന്നതിന്റെ 100 ഇരട്ടി നിങ്ങൾക്കൊക്കെ കരയേണ്ടി വരും. അതും നെഞ്ചു പൊട്ടി തന്നെ. അന്നും എല്ലാവർക്കും താങ്ങാകാൻ ഇപ്പൊ എഴുതി തള്ളിയ ഈ കാർത്തിയേട്ടനും ഏട്ടത്തെയും മാത്രമേ കാണൂ. അത് നിങ്ങൾ കുറിച്ചു വെച്ചോ. നീ എന്ത് ഭാവിച്ച സാൻവി? മറ്റുള്ളവർക്ക് വേണ്ടി നീ വെറുപ്പിക്കുന്നത് നിന്റെ അമ്മയെയും നിന്നെ സ്നേഹിക്കുന്നവരെയുമാണ്. വാണിയുടെ സ്വരം സാൻവിയുടെ നേരെ ഉയർന്നു. മോളെ വാണി, നീയല്ല എൻ്റെ ചേച്ചി, ഞാനാണ് നിന്റെ ചേച്ചി. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ കൂടുതൽ ഉപദേശമൊന്നും ഇങ്ങോട്ട് ഇറക്കരുത്. ഇറക്കിയാ അവൾ വാണിയെ ഒന്ന് കടുപ്പിച്ച് നോക്കിയതിന് ശേഷം അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. എന്തായിരുന്നു സാൻവി മോളെ അവിടെ പ്രശ്നം? ഉമ്മറത്തേക്ക് വന്ന സാൻവിയെ കണ്ടതും കാർത്തി അവളോട് ചോദിച്ചു. എന്ത് പറയാനാ കാർത്തിയേട്ടാ, എൻ്റെ അമ്മയ്ക്കും സാവിയമ്മയ്ക്കും എന്നുമുള്ള ചൊറിച്ചിലൊക്കെ തന്നെ. എന്തായാലും തൽക്കാലം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് നല്ല വൃത്തിയായി തന്നെ പരിഹസിച്ച് കൊടുത്തിട്ടുണ്ട്. അവൾ കുസൃതി നിറഞ്ഞ ചിരിയോടെ അവരോട് പറഞ്ഞതും അവിടെയുള്ള എല്ലാവരുടെയും മുഖത്തൊരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. അല്ല, നിങ്ങളൊക്കെ എന്താ അവാർഡ് പടം പോലെ നിൽക്കുന്നേ? കാർത്തിയുടെ കൂട്ടുകാരെ കണ്ടതും സാൻവിയുടെ സ്വരമുയർന്നു. ഒന്നുമില്ല പെങ്ങളെ, ഞങ്ങൾ വെറുതെ നിന്നതാ. അല്ലേടാ ഇന്ദ്ര? ക്രിസ്റ്റി അവനെ നോക്കി ചോദിച്ചു. അതിന് പുഞ്ചിരിയായി ഒരു കുഞ്ഞു പുഞ്ചിരി ഇന്ദ്രൻ സാൻവിക്ക് നേരെ സമ്മാനിച്ചു. ഏട്ടത്തി, പിന്നെ ഇവരൊക്കെയാണ് ഏട്ടന്റെ ഫ്രണ്ട്സ്. കേരളത്തിന് പുറത്ത് ഏതോ വലിയ കമ്പനിയിലാണ് ഇവരൊക്കെ. ഏട്ടനും ഇടയ്ക്കൊക്കെ ഇവരോട് ഒപ്പം പോയി നിൽക്കും. ഇനി ഏട്ടൻ പോകുമ്പോൾ ഏട്ടത്തിക്കും പോകാൻ കൂട്ടിന്. എനിക്കും വരാം, അല്ലേ കാർത്തിയേട്ടാ? സാൻവി ഇടയ്ക്ക് കയറി ഗോളടിച്ചു.
എന്നാ ആര് പറഞ്ഞു നിന്നോട് ഞാൻ എൻ്റെ ഭാര്യയെ മാത്രമേ കൊണ്ടുപോകൂ? ഓ ആയിക്കോട്ടെ, എന്നാ ഞാൻ എൻ്റെ ക്രിസ്റ്റിച്ചനോടൊപ്പം വന്നോളാം, അല്ലേ ക്രിസ്റ്റിച്ച? എടുത്തടിച്ച പോലെ അവനോട് ചോദിച്ചതും അവനൊന്ന് ഞെട്ടി. അത് വ്യക്തമായി കാണുകയും ചെയ്തു. എന്നാൽ അതേപ്പറ്റി സംസാരിക്കാനുള്ള സാഹചര്യമല്ലാത്തതുകൊണ്ട് തന്നെ അതെല്ലാം മനസ്സിന്റെ ഒരറ്റത്തായി അവൾ ഒതുക്കി മാറ്റി നിർത്തി. ആദി, താനെന്താ ഒന്നും മിണ്ടാത്തത്? എന്നോട് ദേഷ്യമാണോ? അയ്യോ, ലക്ഷ്മിയുടെ ഇന്ദ്രദേവനോട് എനിക്കെന്ത് ദേഷ്യം? അവൾ പരിഹാസം നിറഞ്ഞ സ്വരത്തിൽ അവനോട് ചോദിച്ചു. എടോ, താൻ വിചാരിക്കുന്ന പോലൊന്നുമില്ല. എനിക്ക് ലച്ചുവിനെ ഒരുപാട് ഇഷ്ടമാണ്. അതിലൊന്നും ഒരു കളങ്കവും ഇല്ല. പിന്നെ ഏതിലാ ഇന്ദ്രദേവ കളങ്കമുള്ളത്? നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം സഹോദരനെ പോലെയല്ലേ സ്നേഹിച്ചത്? എന്നിട്ടും നിങ്ങൾ എന്നോട് ചെയ്തതെന്താ? അവൾ അവനോട് തുറന്നു ചോദിച്ചു. എടാ മതിയടാ, ഇന്ദ്രൻ പാവമാ. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം അറിയാവുന്നതുകൊണ്ടാണ് അവൻ മൗനം പാലിച്ചത്. അല്ലാതെ എൻ്റെ ഇന്ദ്രൻ നിന്നെ ചതിച്ചതൊന്നുമല്ല. ലക്ഷ്മിയിൽ നിന്നറിഞ്ഞ ആദിയെ അവന് സ്വന്തം സഹോദരിയെ പോലെ പെരുത്തിഷ്ട. സത്യം പറഞ്ഞാൽ ഞാൻ പോലും നിന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ കാരണം എൻ്റെ ഇന്ദ്രനാ. അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഇവൻ എൻ്റെ ഫ്രണ്ടാണെന്നറിഞ്ഞ ലക്ഷ്മി പിന്നെ ഇവനോട് അകൽച്ച കാണിക്കുമോ എന്ന് ഇവനും ഭയന്നു. കാരണം ഞാൻ വീട്ടിൽ വരുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും ഒക്കെ നീ ലച്ചുവിനോടും ലച്ചു അത് ഇവനോടും പറയുമായിരുന്നു. അതുകൊണ്ട് നമ്മളായിട്ട് ഇവരുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴ്ത്തണ്ട. പ്രണയിക്കുന്നവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ.